മരണപ്പെട്ട പെൺകുട്ടികളുടെ ലിസ്റ്റ് ധാരാളമുണ്ട്. മുംബൈയിലെയും സോണാഗച്ചിയിലെയും വേശ്യത്തെരുവിൽ കൊണ്ടുപോയി വിൽപ്പനയ്ക്ക് വെച്ച പെൺകുട്ടികളുണ്ട്. നമ്മുടെ മക്കളും നമ്മുടെ പെൺകുട്ടികളും പെങ്ങന്മാരും തെറ്റിദ്ധരിക്കുന്നു, അദ്ദേഹം എന്നോടൊപ്പം വല്ലാതെ ലോക്യം കൂടുന്നത് എന്നോടുള്ള അമിതമായ എന്തോ ഒരു ഇഷ്ടം കൊണ്ടാണ്, എന്തൊരു കെയറിങ് ആണ്. ഇടക്കിടക്ക് മൂപ്പര് മെസ്സേജ് ഇട്ടുകൊണ്ടിരിക്കുന്നു. ഗൾഫിലുണ്ടൊരു കെട്ടിയോൻ, തലവേദന എന്ന് ഞാൻ വിളിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നീ ഒരു പാരസെറ്റമോൾ തിന്നു എന്നും പറഞ്ഞിട്ട് അയാൾ അപ്പം കട്ട് ചെയ്തതാണ്. പിന്നെ എൻ്റെ തലവേദനയെക്കുറിച്ച് മൂപ്പർക്ക് ഒരു ബോധമില്ല. എന്നാൽ ബെസ്റ്റ് വിളിച്ചപ്പോഴും ഞാനത് പറഞ്ഞു. ഇന്നിപ്പോൾ അങ്ങനെ ചാറ്റ് ചെയ്യാൻ കഴിയില്ല, എനിക്കൊരു തലവേദന ഉണ്ട്. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ കുറവുണ്ടോ എന്ന് വെച്ച് വിളിച്ചു. പിന്നെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്ക് ഗുളിക ഒടിച്ചോ എന്ന് വെച്ച് വിളിച്ചു. പിന്നെ ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴേക്ക് ഡോക്ടറെ കാണിച്ചോ, കൊണ്ടുപോവാൻ ഞാൻ വരണോ എന്ന് വെച്ച് വിളിച്ചു. സ്വൈരം കെടുത്തി. ഇടക്കിടക്ക് മെസ്സേജ് വിട്ടു, കുറവുണ്ടോ എന്ന് വെച്ചിട്ട്. കെട്ടിയൊരുത്തുണ്ടായിരുന്നു, അവനോട് ഞാൻ നേരത്തെ പറഞ്ഞ് മൂപ്പര് അപ്പം അത് പാരസെറ്റമോൾ തിന്നാണെന്നും പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്തതാണ്. പിന്നെ മൂപ്പർക്ക് ഇതേക്കുറിച്ച് ഒരു ബോധമില്ല. പക്ഷേ അയാൾ എന്നെ എന്തൊരു കെയറിങ് ആണ്. പ്രിയപ്പെട്ട സഹോദരി, തെറ്റിദ്ധരിക്കരുത്. ഡോക്ടർ മാത്യു വല്ലൂരിൻ്റെ പുസ്തകങ്ങൾ വായിക്കണം. വിവാഹം, ബന്ധം, ബന്ധനം. കേരളത്തിൽ ഈടെ ഇറങ്ങിയൊരു പുസ്തകമുണ്ട്, ദൈവത്തിൻ്റെ ചാരന്മാർ. ഈ പുസ്തകത്തിലൊക്കെ സമർത്ഥിക്കുന്നത് പ്രണയ ജീവിതം 90%-ലേറെയും പല ഘട്ടങ്ങളിലും 100%-ഓളവും പരാജയപ്പെടുമെന്നാണ്. തെറ്റിദ്ധരിക്കുകയാണ് പെൺകുട്ടികൾ. എന്നെ വല്ലാത്തൊരു കെയറിങ് ആണ്. ദൈവത്തിൻ്റെ ചാരന്മാർ എന്ന പുസ്തകം ഇന്ന് വായിക്കണം പെൺകുട്ടികൾ. കൃത്യമായി മനഃശാസ്ത്രജ്ഞനാകുന്ന അതിൻ്റെ ഓതർ സമർത്ഥിക്കുന്നുണ്ട്, പിറകെ കൂടുന്ന ഒരു പുരുഷൻ്റെയും ലക്ഷ്യം സ്നേഹമല്ല, സംശുദ്ധമായ ജീവിതമല്ല, നിങ്ങളെ പുരോഗതിയിലേക്ക് നയിക്കലല്ല, മറിച്ച് ശരീരം മാത്രമാണ്. ശരീരം മാത്രമാണ്. അവരുടേതായ സംഗതികളും ഇംഗിതങ്ങളും തീരുമ്പോൾ കൊല്ലാൻ നോക്കും. വെട്ടിനുറുക്കി സൂട്ട് കേസിൽ ഏതെങ്കിലും റെയിൽവേ സ്റ്റേഷനിൽ ഉപേക്ഷിക്കപ്പെടും.